നമുക്ക് സാമ്പത്തിക ഭദ്രത ലഭിക്കാൻ, ശാരീരിക ക്ഷീണം മാറാൻ, ഓർമ്മശക്തി വർദ്ധിക്കാൻ ഉപകരിക്കുന്ന ഒരു ഇസ്മിനെയും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അർശുമായി ബന്ധപ്പെട്ട 7 ആയത്തുകൾ, അതിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, മനസ്സിലാക്കുക. ആയത്തുകൾ ഏതൊക്കെയാണ്, ആ ഇസ്മ ഏതാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ട അർശിൻ്റെ ആ ആയത്ത് ഓതുന്നവർക്ക് മലക്കുകൾ വന്ന് സന്തോഷവാർത്ത അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 70 നോട്ടങ്ങൾ അവനിലേക്ക് നോക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന 7 ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ആയത്തുകൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കണം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോ പൂർണ്ണമായും കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടാതെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്നവരാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണം. നമുക്ക് സാമ്പത്തിക ഭദ്രത ലഭിക്കാൻ കടക്കാരനായിട്ടുള്ള മരണം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള മരണമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ കടക്കാരനായിട്ടുള്ള മരണത്തിനെ തൊട്ട് രക്ഷ ലഭിക്കാൻ, ശാരീരികമായിരിക്കുന്ന ക്ഷീണങ്ങളൊക്കെ മാറിക്കിട്ടാൻ, ഓർമ്മ ശക്തി വർദ്ധിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ, മഹാന്മാരായിരിക്കുന്ന ഉസ്താദുമാരെല്ലാം ചെയ്തു പോന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇസ്മാണ് യാ ഖവിയ്യു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ. യാ ഖവിയ്യു യാ അല്ലാഹ്, ഇതിനെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും അവിടെ തന്നെ ഇരുന്ന് നിങ്ങളുടെ കയ്യിനെ തലയിൽ വെച്ചുകൊണ്ട് യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ് ഇങ്ങനെ 10 തവണ നിങ്ങൾ പറയണം. എന്നാൽ ഈ പറയപ്പെട്ട എല്ലാ നേട്ടങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് പ്രാവർത്തികമാക്കാം. എല്ലാ 5 വക്ത നിസ്കാരം ഓരോരുത്തർക്കും നിർബന്ധമാണല്ലോ. അപ്പോൾ നാം നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദിക്റുകളും ഔറാദുകളും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇതുകൂടി ചെയ്തതിന് ശേഷം നാം എഴുന്നേറ്റ് പോകാൻ വേണ്ടി നാം ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക. വലിയ നേട്ടം നമുക്കിതിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഇനി അടുത്തത് 6 ആയത്തുകൾ ഏതൊക്കെയാണ് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആ 7 ആയത്തുകൾ നാം നിത്യമായി പതിവാക്കണം. പതിവാക്കേണ്ട സമയം ഒന്നിരിക്കെ സുബിഹി നിസ്കാരം കഴിഞ്ഞ് രാവിലെ, അതായത് സുബിഹിക്ക് ശേഷം, അല്ല എങ്കിൽ മഗ്‌രിബിന് ശേഷം. അപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞോ സുബിഹി നിസ്കാരം കഴിഞ്ഞോ ആണ് ഈ 7 ആയത്തുകളെ നാം പതിവാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിച്ചു തരും ഏതൊക്കെ ആയത്തുകളെന്ന്. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ആയത്തുകൾ എഴുതി വെച്ച് ഖുർആനിൽ നോക്കി ഓതുകയോ ഒക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നാം അത് കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ 70 കാരുണ്യത്തിൻ്റെ നോട്ടം നമുക്ക് ഒരു ദിവസം തന്നെ ലഭിക്കും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഒരു തവണ ലഭിച്ചാൽ തന്നെ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. എന്നാൽ ഒരു ദിവസം 70 തവണ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടിയാലോ ആ ദിവസം പിന്നെ അവനിക്ക് യാതൊരു ബലാവും മുസീബത്തും ഒരു പ്രശ്നവും അവനിക്കുണ്ടാവുകയില്ല.
അവൻ വളരെ ഹാപ്പി ആയിരിക്കും അന്നത്തെ ദിവസം. ഇനി 70 ആവശ്യങ്ങൾ അല്ലാഹു തആല അവനിക്ക് നിറവേറ്റി കൊടുക്കും. മാത്രവുമല്ല, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവനിക്ക് രക്ഷ നൽകും. ഈ ഒരുപാട് ശത്രുക്കളുടെ ഉപദ്രവങ്ങളുണ്ട്. ശാരീരികമായിരിക്കുന്ന ഉപദ്രവങ്ങളുണ്ട്, മാനസികമായിരിക്കുന്ന ഉപദ്രവങ്ങളുണ്ട്. സിഹർ, കണ്ണേർ, അതുപോലെ തന്നെ നാപ്പോര്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്. ആ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അവനിക്ക് രക്ഷ ലഭിക്കും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുത്ത, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ച 6 ആയത്തുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ 6 ആയത്തുകളുടെ മഹത്വം ആദ്യം പറയാം. ഉന്ന മുഅല്ലഖാത്തും ബിൽ അർശ്, അർശുമായി ബന്ധപ്പെട്ട ആയത്തുകളാണത്. മാ ബൈനഹുന്ന വ ബൈനൽ ഹിജാബ്, ആ 6 ആയത്തുകളുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ യാതൊരു മറയും ഇല്ല. അള്ളാഹുവിനോട് മലക്കുകൾ ആവശ്യപ്പെടും, അള്ളാഹുവെ ഞങ്ങൾ ഭൂമിയിലോട്ടൊന്ന് പോകട്ടെ, ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മലക്കുകൾ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചിട്ട് ഭൂമിയിലേക്ക് വരും. എന്നിട്ട് ഈ 6 ആയത്തുകൾ ഓതുന്ന ആളുകളുടെ അരികിൽ വന്നിട്ട് അവര് സന്തോഷവാർത്ത അറിയിക്കും. ഈ ആയത്ത് ഓതിയതിനുള്ള പ്രതിഫലം ഇതൊക്കെയാണ്, ഇത് നിനക്ക് ലഭിക്കുമെന്ന് ആ മലക്കുകൾ ആ മനുഷ്യനോട് സന്തോഷവാർത്ത അറിയിക്കുമെന്ന് കാണാം. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഫാത്തിഹ അതിൻ്റെ മഖ്റജുകളും നിയമങ്ങളും അക്ഷരങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാം പാരായണം ചെയ്യണം. ഫാത്തിഹ നിർബന്ധമായും ഓരോരുത്തരും അതിൻ്റെ എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സൂറത്താണ്, ആയത്താണ്. അതുകൊണ്ട് നമ്മൾ 5 വക്ത നിസ്കാരത്തിന് നമുക്ക് ഓതൽ നിർബന്ധമായ സൂറത്താണല്ലോ ഫാത്തിഹ. അതുകൊണ്ട് തന്നെ ഫാത്തിഹ നാം എല്ലാവരും കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കതിനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെയുള്ള മൊബൈൽ ഫോണിലൂടെ ഫാത്തിഹ സൂറത്ത് എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വീഡിയോകൾ കിട്ടും. അതൊക്കെ നോക്കിയിട്ട് ഫാത്തിഹ കൃത്യമായി നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തത് ഫാത്തിഹയാണ്. രണ്ടാമത്തത് സൂറത്തു ആലി ഇമ്രാനിലെ 18ാമത്തെ ആയത്താണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന ആ ആയത്ത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ഈ ആയത്തിന് നാം ഒരു തവണ പാരായണം ചെയ്താൽ മതി. ഇതിൽ പറയുന്ന എല്ലാ ആയത്തുകളും ഓരോ തവണയാണ് നാം ഓതേണ്ടത്. മൂന്നാമത്തത് സൂറത്തു ആലി ഇമ്രാനിലെ 19ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇത് മാത്രം നാം ഓതിയാൽ മതി. നാലാമത്തത്, ഇപ്പൊ 3 പറഞ്ഞു. ഒന്നാമത്തത് ഫാത്തിഹ, രണ്ടാമത്തത് സൂറത്തു ആലി ഇമ്രാനിലെ 18ാമത്തെ ആയത്ത്, മൂന്നാമത്തത് സൂറത്തു ആലി ഇമ്രാനിലെ 19ാമത്തെ ആയത്തിന്റെ സ്ക്രീനിൽ കാണുന്ന ആ ഭാഗം. ഇനി നാലാമത്തത് സൂറത്തു ആലി ഇമ്രാനിൽ തന്നെ 26ാമത്തെ ആയത്താണ്. സ്ക്രീനിൽ കാണുന്ന ആ ആയത്ത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഇനി സൂറത്തു ആലി ഇമ്രാനിലെ 27ാമത്തെ ആയത്ത് തൊട്ടടുത്ത ആയത്താണ് 5ാമത് നാം ഓതേണ്ട ആയത്ത്. തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ
بغير حساب. ഇതാണ് അഞ്ചാമത് നാം ഓതേണ്ട ആയത്ത്. ഇനി ആറാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയാണ്. സ്ക്രീനിൽ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ പലതവണ നാം കേട്ടവരാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയുന്നതാണ്. ആ ആയത്തുൽ കുർസിയിനെയും നാം ഒരു തവണ പാരായണം ചെയ്യണം. ഇങ്ങനെ ഈ 6 ആയത്തുകൾ എല്ലാ ദിവസവും നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നാം ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഒന്നിരിക്കൽ രാവിലെ, അതല്ലെങ്കിൽ വൈകുന്നേരം. രാവിലെ നമുക്ക് ഓതാൻ സമയം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം മഗ്‌രിബിന്റെ ശേഷം നാം ഓതുക. മഗ്‌രിബിന്റെ ശേഷം നമുക്ക് ഓതാൻ സമയം കിട്ടിയില്ലെങ്കിൽ സുബ്ഹിക്ക് ശേഷം നാം ഓതുക. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിത്യചര്യയായി നാം കൊണ്ട് നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ കൊണ്ട് നടന്നാലുള്ള നേട്ടങ്ങൾ മുമ്പ് പറഞ്ഞു. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ 70 നോട്ടങ്ങൾ അവനിക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ അവന്റെ 70 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി തരും. മാത്രവുമല്ല, മലക്കുകൾ അവനോട് ഈ ആയത്ത് ഓതിയാൽ അവന്റെ അരികിൽ വന്നുകൊണ്ട് അവനോട് സന്തോഷ വാർത്ത അറിയിക്കും. അള്ളാഹുവിന്റെയും ഈ ആയത്തിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ല. അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫലം കൂടുതലാണ്. നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.